അടുത്തത് മലയാറ്റൂരിൻ്റെ യക്ഷിയാണ് കേട്ടോ. അതും നല്ലൊരു നോവൽ തന്നെയാണ്. യക്ഷികൾ എനിക്കിങ്ങനെ പ്രേതങ്ങളുടെ നോവലൊക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ അതിൽ നിലനിൽക്കും. അതുകൊണ്ട് എനിക്ക് അതൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലൊരു ബുക്ക് തന്നെയാണ്. അടുത്തത് തകഴിയുടെ ഏണിപ്പടികളാണ്. എന്താ പറയുക, ഇതിലുള്ളത് അധികാരം എന്നുള്ളൊരു സംഭവമാണുള്ളത്. അധികാരത്തിൻ്റെ തളർച്ചയും വളർച്ചയും, അതുപോലെ തന്നെ തനിക്ക് മുൻപോട്ട് പോകാൻ മറ്റു പലരെയും ചവിട്ടുപടിയാക്കുന്നതും ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. അത് നല്ലൊരു ബുക്സ് തന്നെയാണ്. അടുത്തത് വീണ്ടും മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയാണ്. നോർമൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് മുമ്പ്. അതുപോലെ തന്നെ മാധവിക്കുട്ടിയുടെ ജീവിതവും അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനിപ്പം പഠിക്കുന്നുണ്ട്. ബികോം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വീണ്ടും ഡിഗ്രി ചെയ്യാണ്. ഞാൻ ബികോമാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ മലയാളത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വീണ്ടും ഡിഗ്രി ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അസൈൻമെൻറ്റ്സും കാര്യങ്ങളും വരുമ്പോൾ കുറച്ച് ബുക്സൊക്കെ ആവശ്യമായിട്ട് വരും. അങ്ങനെ വാങ്ങിയതാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഇതിഹാസവും നമ്മുടെ അയ്യപ്പൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ വരുന്ന ബുക്കുകൾ. ഇതെനിക്ക് അസൈൻമെൻറ്റ്സിനും കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ വാങ്ങി വെച്ചാണ് കേട്ടോ. പിന്നെ ഞാനത് പൊട്ടിക്കട്ടെ. അസൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ചോറ്റാനിക്കര അമ്മയുടെ ഐതിഹ്യം, കുറച്ച് ക്ഷേത്രത്തിന്റെ മാഹാത്മ്യവും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി എനിക്ക് അങ്ങനൊരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വാങ്ങിയതാ. പിന്നെ ഞാൻ വളരെ വായിക്കണം എന്ന് ആഗ്രഹിച്ച് വാങ്ങിയൊരു ബുക്കാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. എനിക്ക് തോന്നുന്നു ഇത് കുട്ടികളടക്കം എല്ലാവരും വായിച്ചിരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. നമ്മുടെ ലൈഫിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണെന്ന് ഞാൻ പറയും. ഒരു തവണയെങ്കിലും കുറച്ച് നിങ്ങൾക്ക് ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഉള്ളാരും പറയാമല്ലോ, ആദ്യമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഇത് വായിക്കാൻ ശ്രമിക്കും, ഇത് നല്ലതാണ്. പിന്നെ GR ഇന്ദുഗോപൻ്റെ ആണ് കൊല്ലപ്പാണ്ടിദയ. അത് എന്താ പറയുക, കുറച്ചധികം ചെറുകഥകൾ കൂടിച്ചേർന്ന ഒരു ബുക്കാണ് കേട്ടോ. പിന്നെ ബഷീറിൻ്റെ വിഡ്ഢികളുടെ സ്വർഗം, അത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വായിക്കാൻ തുടങ്ങിയവർക്ക് നല്ലതാണ്. ഇങ്ങനെ കുറച്ചധികം ചെറുകഥകൾ മിക്സ് ചെയ്തിട്ട് ഒരു ബുക്കായിട്ട് വരുന്നത്. പിന്നെ ഇത് ഉറൂബിൻ്റെ രാച്ചിയമ്മ, ഇതും എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു ബുക്കാണ് കേട്ടോ. പിന്നെ KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ്, ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ രാഷ്ട്രീയ കഥകൾ. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ രാഷ്ട്രീയ കഥകളിൽ എനിക്ക് ഒരു 35ഓളം ചെറുകഥകൾ കൂടിച്ചേർന്ന ഒരു ബുക്കാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ. പിന്നെ ശ്രീ ശ്രീരാമൻ്റെ എന്താ പറയുക ചെറുകഥകളൊക്കെ കൂടിച്ചേർന്ന മലയാളത്തിൻ്റെ സുവർണ കഥകൾ എന്നും പറഞ്ഞുകൊണ്ട് DC ഗ്രീൻ ബുക്സ് ഇറക്കിയതാണ് കേട്ടോ അത്. അപ്പോൾ അത് തീർന്നിട്ടില്ല, ഇനിയുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കണ്ടാവുന്നത്. ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ഒരു കഥയാണ്, ഒരു നാടകമാണ് ആ മനുഷ്യൻ നീ തന്നെ എന്നത്. CJ തോമസിൻ്റെതാണ്. ഇത് ഞാൻ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയതാണ്. പക്ഷെ എനിക്കത് നല്ല ഇഷ്ടമായിട്ട് തോന്നി. എന്താണ്, ദാവീദും ഊറിയാവും ബത്ശേബയും ഒക്കെ അടങ്ങുന്ന ഒരു നല്ലൊരു കഥ, ഒരു നാടക രൂപത്തിലാണ് കേട്ടോ അത് എഴുതിയിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കാണ് കേട്ടോ. ഇത് മലയാള ഭാഷാ സാഹിത്യം ഒരു പഠനം എന്നുള്ളതാണ്. മലയാള ഭാഷയെക്കുറിച്ചുള്ള അത് പഠിക്കുന്നതിനെ കുറിച്ചുള്ള ബുക്കാണ്. യശോദേവസീത. ഇത് എന്താ പറയുക, ഇനി ഞാൻ ഉറങ്ങട്ടെ, PK ബാലകൃഷ്ണൻ്റെ ആണ്. നമ്മുടെ എന്താ പറയുക കർണൻ്റെ ഒരു സമ്പൂർണ്ണ കഥയാണ് ഇതിൽ വരുന്നത്. മഹാഭാരത കർണൻ. പിന്നെ PM താജിൻ്റെ രാവുണ്ണി, ഇതും ഒരു നാടകമാണ്. എന്താ പറയുക ജന്മി മുതലാളിത്തത്തിൻ്റെയൊക്കെ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ. ഇതും ഞാൻ പഠിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഡോക്ടർ രാഘവൻ പയനാടിൻ്റെ ഫോക്ലോർ എന്ന പുസ്തകമാണ് കേട്ടോ. ഇത് നാടൻ പാട്ടുകൾ, അന്നത്തെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, നാടോടി കഥകൾ, വാഗ്മയങ്ങൾ, അങ്ങനെ എല്ലാ ജനസിലൂടെയുള്ള ഫോക്ലോറിനെ കുറിച്ചുള്ള ഒരു പഠന ഗ്രന്ഥമാണിത്. ഇത് ഞാൻ എനിക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ട് വാങ്ങിയതാണ്. ഇപ്പം തന്നെ ഇത്ര ആയിട്ടാ. ഇനി അടുത്തത് ചങ്ങമ്പുഴയുടെ രമണനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് പോലും വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന
ഒരു കവിതയാണ്. ഇപ്പോൾ കുട്ടികളെല്ലാവരും ട്രൈ ചെയ്തു. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ചങ്ങമ്പുഴയുടെ രമണൻ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മാധവിക്കുട്ടി ഫാനാണ്. മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണം എന്ന കഥ, പിന്നെ ചന്ദന മരങ്ങൾ, അതും മാധവിക്കുട്ടിയുടെ തന്നെയാണ്. പിന്നെ നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടിയുടെയാണ്, അതും ഞാൻ വായിച്ചിട്ടുണ്ട്. അതും നല്ലൊരു ബുക്കാണ് കേട്ടോ. പിന്നെ M.R. രേണുകുമാറിന്റെ കൊതിയൻ എന്നൊരു കവിത, അതന്നെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിത തന്നെയാണ്. കവിതകൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. കൊതിയൻ, M.R. രേണുകുമാർ. പിന്നെ ഡോണ മയൂരയുടെ ഐസ് ക്യൂബുകൾ എന്നൊരു കവിത, ഒരു വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ ചെറിയ കവിതകളാണ്, വലിയ നീളമുള്ള ലെങ്ത്തുള്ള ഒരു കവിതയൊന്നുമല്ല, ചെറിയ കവിതകളാണ് ഡോണ മയൂരയുടെ ഐസ് ക്യൂബുകൾ എന്നതിലുള്ളത്. പിന്നെ MTയുടെ വാനപ്രസ്ഥം, അത് നല്ലതാണ്. MTയുടെ മഞ്ഞ്, അതും നല്ലതാണ്. പിന്നെ PP രാമചന്ദ്രന്റെ കാണേ കാണേ എന്നുള്ളൊരു കവിത, അതും നല്ലതാണ്. പിന്നെ ഞാൻ രണ്ടെണ്ണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവന്റെ നവോത്ഥാന ചരിത്ര പാഠങ്ങൾ എന്ന് പറഞ്ഞൊരു ബുക്ക്. ഇതൊക്കെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ, നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് വന്നത്, കേരള ചരിത്രത്തിനെ കുറിച്ച് അറിയാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ബുക്കുകളാണ്. പിന്നെ ഉള്ളത് ദളിത് സാഹിത്യവും ചരിത്രവും വർത്തമാനവും, TK അനിൽകുമാറിൻ്റെയാണ്. അതും നല്ല ബുക്കുകളാണ്. നമുക്ക് ഇങ്ങനെ കുറച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ, അതായത് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനാണെങ്കിൽ അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുന്നത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. പഠിക്കുന്ന കുട്ടികൾക്കും അത് നല്ലതായിരിക്കും. ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ ആവുന്നത് നല്ലതല്ലേ, എന്തെങ്കിലുമൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു ലെവലിൽ എത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ. ഇതിനെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാൻ പോയി എനിക്ക് തോന്നുന്നു ഒരുപാട് സമയമെടുക്കും. അതെല്ലാവർക്കും മുഷിച്ചിലുണ്ടാക്കും. എല്ലാവരും സമയത്തിനൊപ്പം ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതെല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയത്. വായന ഒരു നല്ല കാര്യമാണ്. ഏതെങ്കിലും ഒരു ബുക്ക് ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണോ, ഉപകാരപ്രദമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.